വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാടിന് പിന്തുണ വർദ്ധിക്കുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക യോഗം ഇന്ന്. സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാടിൽ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ നിലപാടിനൊപ്പം ഫ്രാൻസും അണിചേരുകയാണ്. ഫ്രാൻസിലെ 80 നഗരങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലസ്തീൻ പതാക ഉയർത്തി. ഫോറിൻ ട്രാവൽ അഡ്വൈസിൽ UK പലസ്തീനെ ഉൾപ്പെടുത്തി. ഇറ്റലിയിലെ മിലാനിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. അതേസമയം യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കും വരെ പിന്നോട്ടില്ലെന്ന നിലപാട് കടുപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് UN സഭയിൽ സംസാരിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, യോഗത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കുമെന്നത് പ്രധാനമല്ലേ? അനുശ്രയ, ഇന്ത്യയുടെ നിലപാട് പ്രധാനമാണ്. നിലവിൽ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ UN എടുത്തിരിക്കുന്നത്. ആ നിലപാട് തന്നെ ഇന്ന് ആവർത്തിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ 2ാം ടേമാണിത്. ആ 2ാം ടേമിൽ ആദ്യമായിട്ടാണ് UN പൊതുസഭയിൽ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കാൻ പോകുന്നത്. ആ ദിവസം തന്നെ പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള സംഘർഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പലസ്തീനെതിരായിട്ടുള്ളൊരു നിലപാട് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. നിലവിൽ 142ഓളം രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന് UN ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതേസമയം തന്നെ അതിൽ 10ഓളം രാജ്യങ്ങൾ, അതിൽ നമ്മുടെ ഫ്രാൻസ്, UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ, മാൾട്ട തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതിൽ UK അവരുടെ ഫോറിൻ അഡ്വൈസ് പോളിസിയിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി കണ്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇറ്റലിയിലും നമ്മൾ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷവും സമരങ്ങളും നടക്കുന്നുണ്ട് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ല, അംഗീകരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇറ്റലി എടുക്കുന്നത്. അതേസമയം ഫ്രാൻസിനെ പോലെ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് UN നിർണായകമായ യോഗങ്ങളാണ് നടക്കുക. ഈ യോഗത്തിൽ അമേരിക്കയുടെ നിലപാടും ഇസ്രായേലിൻ്റെ നിലപാടും ആയിരിക്കും പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരിക. അതിൽ ഇന്ത്യ എന്തായാലും പലസ്തീന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുക്കുക. അനുശ്രീ, അഭിലാഷ്, അതുപോലെ തന്നെ മറ്റേതൊക്കെ രാജ്യങ്ങളാകും പലസ്തീനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കൂടുതൽ? ഇതിൽ ഇസ്രയേലിന്റെ പ്രതികരണം അതെന്തായിരിക്കും? മിക്ക രാജ്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ അർജന്റീന, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊഴികെ തുടങ്ങിയ 10 രാജ്യങ്ങളൊഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നൊരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും എടുത്തിരിക്കുന്നത്. പലസ്തീൻ അവിടെ പശ്ചിമേഷ്യയിൽ സമാധാനവും സ്വാതന്ത്ര്യവും ഉണ്ടാവണം. അവിടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണം. സമാധാനം മിഡിൽ ഈസ്റ്റിൽ പുലരണം എന്നുള്ള നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. എന്നാൽ
ശക്തമായ രീതിയിൽ ഫ്രാൻസിനെ പോലെയോ UK പോലെയോ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ പലസ്തീൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ആ ഒരു നിലപാടിലേക്ക് ഇന്ത്യ എത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം പഴയതുപോലെയല്ല ഇപ്പോൾ ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്തരത്തിലൊരു വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഇന്ത്യക്ക് മേൽ ചുമത്താൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് വേണമെങ്കിൽ പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത്തരം ഒരു കടുത്ത നീക്കത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്നത്തെ പൊതുസഭയിൽ പലസ്തീനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ്. ഇന്ന് ആരൊക്കെ എന്തൊക്കെ നിലപാടെടുക്കും അതിൽ UN എന്തായാലും ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്ന് പറയുന്നതാണ് UN മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പലസ്തീനെ ഒരു സ്വന്തം രാജ്യമായിട്ട് അംഗീകരിച്ച് ഇസ്രായേൽ അംഗീകരിക്കണം, അമേരിക്ക അംഗീകരിക്കണം, അതിനുശേഷം അവർ ഗാസയിലെ യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടാണ് യുഎന്നിലെ ഭൂരിപക്ഷ രാജ്യങ്ങൾക്കും അത് തന്നെയാണ് ആവശ്യം. അഭിലാഷ്, അതുപോലെ തന്നെ ഈ ഹമാസ് നിരായുധീകരിക്കണം എന്നൊരു ആവശ്യം അത് പലസ്തീൻ മുന്നോട്ട് വെച്ച ഒരു സാഹചര്യം, ഇത് പലസ്തീനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഹമാസിനെ തള്ളിക്കൊണ്ട് പലസ്തീൻ അതോറിറ്റി രംഗത്തെത്തി എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അതായത് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഓൺലൈനായി ചേർന്നുകൊണ്ടാണ് പറയുന്നത്. അതായത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചാൽ ഹമാസിനെ നിരായുധീകരിക്കും, ഹമാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങണം, അതുപോലെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പലസ്തീൻ സ്വതന്ത്ര രാജ്യമായാൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അവിടെ തെരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന് താൻ ഉറപ്പ് നൽകുന്നതായിട്ട് മഹ്മൂദ് അബ്ബാസ് പറയുന്നുണ്ട്. അത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഈ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെട്ടത് പലസ്തീന സ്വാതന്ത്ര്യത്തിനൊപ്പം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ നിരായുധീകരിക്കണം, അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി. UK അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ, പലസ്തീനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെല്ലാം ഹമാസിനെ പിന്തള്ളുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് മഹ്മൂദ് അബ്ബാസ് ഇത്തരത്തിൽ ഹമാസിനെ പിന്തള്ളിക്കൊണ്ട് ഹമാസിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും നിരായുധീകരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹമാസിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഹമാസ് എന്തായാലും രാജ്യത്തിനകത്തൊരു പക്ഷേ പലസ്തീൻ അതോറിറ്റിക്കെതിരെ ഒരു വലിയ സംഘർഷമുണ്ടാകാനോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു വികാരമുണ്ടാകാനോ കഴിവുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ മഹ്മൂദ് അബ്ബാസ് നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വരും വരായികൾ എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ പറ്റും. ഹമാസിന്റെ പ്രസ്താവന ചിലപ്പോൾ വന്നേക്കാം ഇതുമായി ബന്ധപ്പെട്ട്. എന്തായാലും പലസ്തീൻ അതോറിറ്റി ഹമാസിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക എന്നുള്ളത് ഹമാസിന് ഒരു റിവാർഡ് കൊടുക്കുന്നത് പോലെയാണ്, ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഈ ഒരു നിലപാട് അമേരിക്കയും മറ്റു രാജ്യങ്ങളും എല്ലാം എടുക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ പലസ്തീനിയൻ അതോറിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തെ തള്ളിക്കൊണ്ട് അത് ക്രൂരവും പൈശാചികവുമായിരുന്നു, നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതും കൂടി പലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അന്ന് ഒക്ടോബർ 7-ന് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിൽ വലിയ രീതിയിൽ ഉള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്വതന്ത്ര രാജ്യമെന്നൊരു നിലപാടിലേക്ക് മറ്റു രാജ്യങ്ങളൊക്കെ എത്തിയത്. ഒക്ടോബർ 7-ന് നടന്ന സംഭവത്തിന് പിന്നാലെയുള്ള 2 വർഷത്തെ ക്രൂരമായ സംഭവ വികാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹമാസിനെ തള്ളിക്കൊണ്ട് പലസ്തീനിയൻ അതോറിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത്, അതുപോലെ ഗാസയ്ക്കകത്ത് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും ഹമാസ് ഇനി എടുക്കുക? പലസ്തീൻ അതോറിറ്റിക്കെതിരെ ഹമാസ് നിലപാടെടുക്കുമോ? പലസ്തീൻ അതോറിറ്റി മഹ്മൂദ് അബ്ബാസിന്റെ ജീവന് ഭീഷണിയുണ്ടോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ്. എന്തായാലും ആ കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ തന്നെ ഹമാസിന്റെ നിലപാട് വ്യക്തമാകും എന്നാണ് കരുതേണ്ടത്. അനുശ്രീ. ശരി, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം ഇന്ന് ചേരുകയാണ്. സ്വതന്ത്ര പലസ്തീൻ എന്നത് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമാവുക. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.